ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയാണോ ഇപ്പൊ ഒരിടത്ത് മാത്രമേ LDF ലീഡ് ചെയ്യുന്നത്. ഇന്ന് പുതിയതായിട്ട് ഇന്നേ വരെ ഈ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ NDA 2 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. ഇപ്പൊ മിക്കവാറും വിജയിക്കാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ രാഷ്ട്രീയം ഇവന്മാരാര് ജയിച്ചാലും ഇവിടെ ഇവന്മാര് കൂട്ടുകള്ളന്മാരായിട്ടാണ് നിലവില് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ അവർക്ക് ആര് ജയിച്ചാലും LDF വന്നാലും ആര് ജയിച്ചാലും ഞാൻ ഏതാണ്ട് 9 വർഷത്തിലധികമായിട്ട് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലവിലെ രാഷ്ട്രീയം അത് ഏത് ഇതാണെങ്കിലും ഇവര് പരസ്പരം ഒരു കൂട്ടുകള്ളന്മാരുടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവരുടെ അണികൾ എന്ന് പറയുന്നവന്മാർ പരസ്പരം തമ്മിൽ തല്ലി ചാവാൻ വേണ്ടി നടക്കുന്നവന്മാരാണ്. ഇവരുടെ ഈ നേതാക്കന്മാരെല്ലാം നമുക്കറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിക്കുന്ന ആൾ സൗഹൃദം. എന്നാൽ ഇവരുടെ ഈ ഒരു മതിലിന് അപ്പുറം ഇപ്പുറമുള്ള ഇവരുടെ പാർട്ടിയിലെ ഈ ഇവരുടെ അണികൾ എന്ന് പറയുന്ന അണികളോ അടിമകളോ ഇവര് പരസ്പരം ഭയങ്കര ശത്രുതയായിരിക്കും. അപ്പൊ ഇവിടെ ആര് ജയിച്ചാലും ആരോ ജയിക്കട്ടെ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആര് ജയിച്ചാലും ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അമ്മാര് ചെയ്യുള്ളൂ. കാരണം ഇവന്മാര് ഇവിടെ ഈ ഭരണതലത്തില് ഈ അഴിമതികൾ നടത്തുന്നതും ജനങ്ങളെ ദ്രോഹിക്കുന്നതും എല്ലാം ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരുടെ അണികളായ ഇവരുടെ രാഷ്ട്രീയ ബന്ധമുള്ള പോലീസുകാരും ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ അഴിമതിയും ഇവന്മാരുടെ ആളുകളുമാണ് ഇവിടെ അഴിമതിയും കൊലപാതകങ്ങളും എല്ലാം ഇവന്മാരും നടത്തുന്നത്. നിലവിലെ ഇപ്പോഴത്തെ ഭരണം അഴിമതി കൊണ്ടുള്ള അഴിമതി മൂടി നിൽക്കുന്ന ഒരു ഭരണമാണെന്നാണ് അതുകൊണ്ട് അഭിപ്രായം. ഇല്ല, ഇപ്പോഴേ ഞാൻ പറയുന്നില്ല. രണ്ടാമത് ഇവർ വന്നിട്ട് അധികാരം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പലതും പുറത്തു വരാത്ത രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തു വന്നെന്ന് വരും. കോൺഗ്രസിന്റെ ഭരണം എന്ന് പറയാം അവരെന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പരസ്പരം ഒരു ഐക്യത ഇല്ലാത്തതുകൊണ്ട് പുറത്തു വന്നത്. ഇവര് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നതിന്റെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആയിരിക്കും ഒരു പ്രത്യേക ഐക്യപ്പെട്ടുകൊണ്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. അഴിമതിയാണെങ്കിൽ പല പരിപാടികളാണ്. അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ പലതും പുറത്തു വരണമെന്നില്ല. പിന്നെ അബദ്ധത്തിൽ എങ്ങനെയാണ് പുറത്തു വന്നാലോ. അപ്പോ ഇത് ഒരു നിലവിലെ ഈ ഇലക്ഷന്റെ LDF-നുണ്ടായ തിരിച്ചടി അതൊരു തുടക്കമാണെന്നാണ് ഇവിടെ പറയുന്നത്. LDF-ന്റെ ഭരണം നിമിത്തം ഇങ്ങനെ ഉണ്ടായതാണ് ഈ ഇലക്ഷന്റെ ഈ പരാജയം എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഒരു കൊലപാതക കേസാണ്. ഇത് മൊത്തം അട്ടിമറിച്ച് ഈ ജോലിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നിയമ നടപടികൾക്ക് വിധേയരായി. ഞാനിപ്പോ പരാതിയായിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, ഞാൻ ഒരുപക്ഷെ പരാതിയായിട്ട് വന്നില്ല, സമരമായിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. എങ്കിൽ പോലും ഈ നടന്ന സംഭവത്തിൽ അന്വേഷണം നടത്തി നിയമ നടപടികൾ ഇതിന് ഉത്തരവാദികള് ഇന്ന് ജയിലിൽ കിടക്കേണ്ടവരാണ്. പക്ഷെ വലിയൊരു ജനസമൂഹം ഇടപെട്ട ഒരു വിഷയം ഇവർ അട്ടിമറിച്ച് ഇതിന് ഉത്തരവാദികൾക്ക് സ്ഥാനക്കയറ്റം പ്രൊമോഷൻ കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു അഴിമതി നിലവിൽ ഒരു വ്യക്തിയെ കൊല്ലുന്നതിനും അവർക്ക് രക്ഷപ്പെടുന്നതിനും വേണ്ടി നിലവിലെ സിസ്റ്റം അവർ ഉപയോഗിക്കുന്നു. ഒരു വിഭാഗം മനുഷ്യർ ഈ സിസ്റ്റം ഈ ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം മനുഷ്യര് അവര് ഒരു വ്യക്തിയെ കൊല്ലുന്നതിനും അവർക്ക് രക്ഷപ്പെടുന്നതിനും വേണ്ടി സിസ്റ്റത്തെ അവർ ഉപയോഗിക്കുന്നു. കൊലപാതകം, അധികാര ദുർവിനിയോഗം, രാജ്യദ്രോഹ പ്രവർത്തനം, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോ ഇതിനെ മൊത്തം അട്ടിമറിക്കുന്നത് ഇവരുടെ ഭരണത്തിലാണ്. 2018-ലും 2019-ലും ഈ ഒരു സംഭവത്തെ മൊത്തം ഇവർ അട്ടിമറിക്കുന്നത്. നമ്മളെ പറ്റിച്ചു. ഇവിടെയുള്ള പ്രമുഖരായ മാധ്യമങ്ങളെല്ലാം അതിന് കൂട്ടുവന്നു. നമ്മളെ പറ്റിച്ചു. നമ്മളെ പറ്റിക്കുന്നതിനോടൊപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കളയുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ പല അഴിമതികളും വന്നത്. സ്വർണ്ണക്കടത്തും മറ്റു പല അഴിമതി ആരോപണങ്ങളും വന്നത്. അപ്പോ നമ്മുടെ രാജ്യം, എനിക്കിവിടെ നിന്ന് ഈ 9 വർഷം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ നിലവിൽ ഈ ഭരണത്തിൽ ഞാൻ ജനിച്ചു. ഈ സിസ്റ്റം ഈ സ്വാതന്ത്ര്യം നേടി 77 വർഷം കഴിഞ്ഞു എന്ന് പറയുന്ന ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഭരണത്തിൽ നമ്മൾ ജനിക്കുന്നു. ഇതുവരെ നമ്മൾ ജീവിച്ചു. നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് ഈ 9 വർഷമായിട്ട് ഈ തെരുവിൽ കടന്നുള്ള ഈ സമരം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, നിലവിൽ ഈ ഭരണ സംവിധാനം കൊണ്ട് ഇവിടെയുള്ള ജനങ്ങളെ പറ്റിച്ച് ഇവർക്ക് തോന്നുന്നവരെ ദ്രോഹിച്ചും ഒന്നുമൊക്കെ അവർ ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ പറ്റിച്ചു ജനങ്ങളെ അതിവിദഗ്ധമായി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾക്കും
നേരായ നടപടികൾ ചെയ്യാതെ ജനങ്ങളെ ഇവന്മാരെല്ലാം ഒന്നിച്ചു എന്ന് പറ്റി. ഈ നിലവിൽ ഈ NDAയുടെ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് അത് ചേർന്ന് നീതിക്ക് അനുകൂലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ഈ 9 വർഷം നിസ്സാരമായ കാര്യമില്ല. 9 വർഷത്തിലധികമായിട്ട് ഇവിടെ കിടക്കുന്നു. ഇവന്മാര് കൂട്ടുകള്ളന്മാരാണ്. ആര് ഭരിച്ചാലും നമുക്ക് രാഷ്ട്രീയം പറയാൻ നമുക്ക് പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവന്മാരെ നേരിട്ട് ഇവിടെ ഇരുന്നത് കൊണ്ടാണ് ഇവന്മാരെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിലവില് LDF ആണെങ്കിലും UDF ആണെങ്കിലും അല്ലെങ്കിൽ BJP ആണെങ്കിലും ആരാണെങ്കിലും ഇവന്മാരെ ഏതാണ്ട് കൂട്ടുകള്ളന്മാരെ പോലെയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില പേരിന് മാത്രം ഇന്ന പാർട്ടി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് കൂട്ടുകള്ളന്മാരാണ്. പക്ഷെ ഈ ഭരണം അധികാരത്തിലെത്താൻ വേണ്ടി അവര് പരസ്പരമുള്ള ചെറിയ പോരുകളെന്നല്ലാതെ പരസ്പരമുള്ള ഒരു മത്സരം ഒറ്റക്കെട്ടാണെന്നോ? ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടാണ്. പക്ഷെ അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള പരസ്പരമുള്ള ചെറിയ മത്സരം ഒരു എന്നല്ലാതെ വലിയ ശത്രുതയൊന്നും അവന്മാരും ഏതാണ്ട് ഒറ്റക്കെട്ടാണ്.